ദശകം 67. ഭഗവാൻ ഗോപികളെ ദുഃഖിപ്പിച്ചതും സുഖിപ്പിച്ചതും. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീലാക അസീമമാനന്ദഭരം പ്രപന്നാക മഹാന്തമാപുർമദമംബുജാക്ഷക നിലീയതേസോ മയിമയ്യമായം രമാപതിർവിശ്വമനോഭിരാമക ഇതി സ്മ സർവാ കലിതാഭിമാനാക നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂഃ രാധാഭിധാം താവദജാതഗർവാം അതിപ്രിയാം ഗോവവധും മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരി തിരോഹിതേ ദത്വൈ ജാതതാവാഹ സമം സമേധാ കമലായദാക്ഷ്യക വനേ വനേ ത്വാം പരിമാർഗയന്ത്യക വിഷാദമാവുർവഗവന്നപാരം ഹാ ചൂത ഹാ ചംഭകകർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യക കിം വീക്ഷിതോ നോ ഹൃദയൈകചോരക ഇത്യാദി താസ്ത്വപ്രവണാ വിലേവുഃ നിരീക്ഷിതോയം സഖി പങ്കജാക്ഷക പുരോ മമേത്യ കുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താവം സഖീനാം ദ്വിഗുണീചകാര ത്വദാത്മികാസ്താ യമുനാ തടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോ വിതദേവ മാനാത് ത്വയാ വിമുക്താം ദദുശ്ചരാദാം തതഃ സമം താഭിവിനേ സമന്താത് തമോവതാരാവതി മാർഗയന്ത്യക പുനർവിമിശ്രാ യമുനാ തടാന്തേ വൃശം വിലേപുശ്ച ജഗുർഗുണാസ്തേ തഥാ വ്യഥാ സങ്കുലമാനസാനാം പ്രജാംഗനാനാം കരുണൈകസിന്ധോ ജഗത്രയീ മോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസി സന്നിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ ധന്യ സഹസാ തദാനിം കിംകിന്ന ചക്രു പ്രമദാദിഭാരാത് സത്വം ഗദാ പാലയ മാരുദേശ.